അല്ലാതെ ഒരു വേണ്ടാത്ത ഒരു ഇതിൽ കളിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടിയാലും ഒരു മൈൻഡും ഉണ്ടാവും. കോഴിക്കോട് ദീപക് എന്ന യുവാവിന് സംഭവിച്ച ഈ ദാരുണമായ കഥയെക്കുറിച്ച് കേട്ടു. ഒരു ബസ് യാത്രയ്ക്കിടെ ഒരു യുവതി ചെയ്ത ഒരു നീച കാര്യം ഈ യുവാവിന്റെ ജീവനെടുത്തു. ആരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ദീപക് ആ ദിവസം കയ്യിൽ ഒരു ബാഗുമായാണ് ബസ്സിൽ കയറിയത്. ബസ്സിൽ കയറിയവർക്കെല്ലാവർക്കും അറിയാം, ആടിയുലയുന്ന ബസ്സിൽ നിയന്ത്രണമില്ലാതെയാണ് തിക്കിലും തിരക്കിലും മനുഷ്യർ നിൽക്കുന്നത്. ഈ ഇടയിൽ റീച്ചില്ലാത്തൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായി ബസ്സിൽ കയറിയ യുവതിക്ക് ആ വേളയിൽ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് ഒന്നും കൂടെ ആവർത്തിക്കാമെന്ന് തോന്നി. അവർ തൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിലെ വീഡിയോ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ചെയ്തത് ഈ യുവാവിൻ്റെ കൈകളിലേക്ക് തൻ്റെ മാറിടം ചേർത്ത് വെച്ച് നിൽക്കുന്നു. എങ്ങനെയെന്നാൽ തട്ടാനും മാത്രം തരത്തിൽ ഈ യുവതി ചെരിഞ്ഞു നിൽക്കുന്നത് ഈ വീഡിയോയിൽ എല്ലാവർക്കും കാണാം. അതുകൂടാതെ മനസ്സിൽ അശേഷം പോലും കനിവില്ലാതെ ഒരു മനുഷ്യ ജീവിതം എത്തരത്തിലേക്ക് മാറിപ്പോകുമെന്നുള്ള ഒരു വിവരവുമില്ലാതെ ഈ യുവതി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആ വീഡിയോ പങ്കുവെച്ചപ്പോൾ അബദ്ധവശാൽ സംഭവിച്ച ഈ ഒരു കാര്യം സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുകയും ചെയ്തതോടെ ഈ പാവം ദീപക്കിനെതിരെ സൈബർ ആക്രമണം തുടങ്ങി. ഇത് കണ്ടു നിൽക്കാൻ ഈ യുവാവിന് കഴിഞ്ഞില്ല. നോക്കൂ, മനഃസാക്ഷിയില്ലാതെ ഈ യുവതി ചെയ്ത ഈ പ്രവർത്തനം ഈ യുവാവിനെ ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചു. അച്ഛനും അമ്മയ്ക്കും ആകെയുള്ള തണിയായിരുന്നു ദീപക്. ഇനി ആ മാതാപിതാക്കളെ ആരാണ് പോറ്റുക? അതിനുശേഷം ഈ യുവതി വീണ്ടും പ്രതികരണമായി എത്തിയതും ദീപക്കിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാൾ മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവർ വീണ്ടും തറപ്പിച്ചു പറയുന്നു. ഈ സാഹചര്യത്തിൽ ദീപക് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ടും അതിൽ എനിക്ക് വിഷമമുണ്ടെന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നും യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു തള്ളിപ്പോകുകയാണ് ഈ യുവതി ചെയ്തത്. ഇത്തരത്തിൽ മാനസിക വൈകല്യമുള്ള ഒരാളാണ് ഈ ദീപക്കെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഇത്തരത്തിൽ ജീവനൊടുക്കുവാനുള്ള മാനസികാവസ്ഥ ലഭിക്കില്ല. ഏത് സാഹചര്യത്തെയും തള്ളി നീക്കുവാൻ ഇത്തരത്തിൽ മാനസിക വൈകൃതങ്ങളുള്ള മനസ്സിന് കഴിയും. ഇയാൾ നല്ല മനസ്സിനുടമയായതുകൊണ്ട് തന്നെയാണ് താൻ ഇതുവരെ സമ്പാദിച്ചുണ്ടാക്കിയ അന്തസ്സ് നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായപ്പോൾ ഇയാൾക്ക് സ്വയം ജീവനെടുക്കുവാനുള്ള മാനസിക അവസ്ഥ ഉണ്ടായത്. ഈ സ്ത്രീക്ക് തീർച്ചയായും നിയമം കടുത്ത ശിക്ഷ തന്നെ നൽകണം. ഇനി ഒരു സ്ത്രീക്കും ഇത്തരത്തിൽ പുരുഷന്മാരോട് പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇത് എന്തൊരു നീചതരമാണെന്ന് നോക്കൂ. ഒരാളുടെ ജീവിതം എത്തരത്തിലേക്ക് മാറിപ്പോകുമെന്ന് പോലും ചിന്തിക്കാതെയാണ് ഇവർ ഈ കാര്യം ചെയ്തിട്ടുള്ളത്. ഈ സ്ത്രീയുടെ ആ വീഡിയോ കണ്ട ആർക്കും തന്നെ ദീപക്കിനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ഇത് വീഡിയോ എടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഈ സ്ത്രീ ചേർന്ന് നിൽക്കുന്നതും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതും ഈ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാനും കഴിയും. ദീപക്കിനെ കുറിച്ച് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അടുപ്പമുള്ളവർക്കാർക്കും തന്നെ ഒരു മോശം അഭിപ്രായം പറയാനില്ല. ഒരിക്കലും ദീപക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ് ഇവരെല്ലാം. ഈ യുവതിക്ക് നേരെ നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല വീഡിയോ. മരിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഞാൻ പുറത്തായിരുന്നു, പണി വർക്ക് കഴിഞ്ഞിട്ട് വന്നത്. ദീപകിന്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്, ബാംഗ്ലൂരുള്ള ഫ്രണ്ട്. ആ ഫ്രണ്ട് വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് ദീപക് തൂങ്ങി എന്ന് പറയുന്നത്. അന്നേരമാണ് അറിയുന്നത്. ബന്ധുക്കളൊക്കെ എന്താ പറയുന്നത്? ദീപക് കുറച്ച് കല്യാണം ഇങ്ങനെ ഡിവോഴ്സ് ആയതിനു ശേഷം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറി. പിന്നെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു താങ്ങാൻ പറ്റാഞ്ഞ്. ഒരു ഇതില്ല, വേണ്ടാത്തത് പറയാൻ പറ്റൂല, കഴിയൂല. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു വേണ്ടാത്തിട്ട് ഒരു ഇതിലൊക്കെ ഒരു വേണ്ടാത്ത ഒരു പരിപാടിയും ഇല്ല. എനിക്ക് താങ്ങാൻ പറ്റിയില്ലേ. അല്ലാതെ ഒരു വേണ്ടാത്ത ഒരു ഇതിൽ കളിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടിയാലും ഒരു മൈൻഡും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെല്ലാത്തിനെ കൊണ്ടല്ലേ ഓൻ ഈ പണി ചെയ്തത്.